റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഖുർആൻ, ഹിഫ്ള്, തദ്രീബ് എന്നീ വിഷയങ്ങളുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഖുർആൻ നോക്കുക. ഖുർആനിൽ നമ്മൾ പരീക്ഷയ്ക്ക് ഇതുവരെയുള്ള സിലബസിലെ സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകളായിരിക്കും ഓതിപ്പിക്കുക. ഇവിടെ ഈ പരീക്ഷ പേപ്പറിൽ സൂറത്തു ശുഅറ ആണ്. സൂറത്തു ശുഅറയിൽ നിന്ന് പിന്നെ 43 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മളിതുവരെ പഠിച്ച സൂറത്തുകളിൽ ഏത് സൂറത്തുകളിൽ നിന്നാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒരു 4-5 വരി അല്ലെങ്കിൽ 4-5 ആയത്തുകൾ ഒക്കെ ആയിരിക്കും ഓതിപ്പിക്കുക. ഏത് ഓതി കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തജ്വീദിൻ്റെ നിയമങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിൽ തദ്രീബ് തിലാവ എന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് നോക്കിയിട്ടായിരിക്കും മാർക്കൊക്കെ ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും. നോക്കുക, സാക്കിനായ മീമിൻ്റെ ഇദ്ഗാം. അപ്പോൾ മീമിൻ്റെ ഇദ്ഗാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്ത്, അപ്പോൾ ഈ മറ്റേ സൂറത്തു ശുഅറ ഈ ഭാഗത്തുണ്ടല്ലോ, 43 മുതൽ 47 ആയത്തുകളിൽ 2 ഇദ്ഗാമിൻ്റെ സ്ഥലങ്ങളുണ്ട്. മീമിൻ്റെ ഇദ്ഗാം. അതേപോലെ രണ്ടാമത്തെ സാക്കിനായ മീമിൻ്റെ ഇൽഹാർ, അതും 2 സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നില്ലേ എന്ന് നോക്കിയിട്ടാണ് പിന്നെ അതിന് മാർക്ക് കണക്കാക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തത് ഇസ്തിലാഇൻ്റെ അക്ഷരം. ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ അതിൽ ആ ഭാഗത്തുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ സാധാരണ ഖുർആൻ ഓത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം, തപ്പിപ്പിടുത്തൊന്നുമില്ലാതെ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നതിനൊക്കെ ഇതെല്ലാം നോക്കിയിട്ടാണ് മാർക്ക് കണക്കാക്കുക എന്നർത്ഥം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി തദ്രീബു തിലാവയിലെ കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനൊക്കെ ആയിട്ടുണ്ടാവും. അതിലിവിടെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? ഖൽഖലത്തിൻ്റെ അക്ഷരം എഴുതാം എന്നാണ്. ഖൽഖലത്തിൻ്റെ അക്ഷരം എഴുതാം. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരു താഴെ ഒരു 4 ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ അല്ലേ? ഖുതുബ് ജദ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തേത് വന്നഹാറ മുബ്സിറ എന്നാണ്. അതിലേതാണ് ഈ ഖുതുബ് മറ്റേ ഖൽഖലത്തിൻ്റെ അക്ഷരം? ഇവിടെ ഒരു ബാ ഉണ്ട്. അപ്പോൾ ആ ബാ ആണ് ഇവിടെ എഴുതാനുള്ളത്. ബാ എഴുതുക. പിന്നെ രണ്ടാമത്തേൽ യഖ്ലീ ബൈനഹും, യഖ്ലീ ബൈനഹും, അതിലിതാ ഖാഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഖാഫ് എഴുതാം. പിന്നെ മൂന്നാമത്തേത് ലൗലാ അർറബത്തുന എന്നാണ്. അതിലിതാ ത്വാ ഇവിടെ ഉണ്ട്. അപ്പോൾ ത്വാ എഴുതാം. പിന്നെ നാലാമത്തേത് നജ്സിൽ മുഹ്സിനീൻ, അതിലിതാ ജീം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ജീം ഇവിടെ എഴുതാം. അപ്പോൾ ഖൽഖലത്തിൻ്റെ അക്ഷരം. ഇനി ഇത് നേരെ തിരിച്ച് വേറെ നമ്മൾ പഠിച്ച ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ ചോദിക്കാം. ഇതേപോലെ ഉദാഹരണം തന്നിട്ട് ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതാനൊക്കെ തരാം. ഏത് രൂപത്തിലും വരാം. ഇനി അടുത്തത് ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി അടയാളപ്പെടുത്താം എന്നാണ്. ശരിക്ക് ശരി അടയാളപ്പെടുത്താം. അത് നോക്കണത് സാക്കിനായ മീമിൻ്റെ വിധികളാണ്. ഇവിടെ 3 ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ വായിച്ച് നോക്കിയിട്ട് പിന്നെ അതിൽ വരുന്ന നിയമം ഏതാണ് എന്നുള്ളത് ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേതാണെന്ന് വെച്ചാൽ ശരിയിടാനാണ്. ഇവിടെ ഒന്നാമത്തത് ഖാല നഅം വ ഇന്നക്കും എന്നാണ്. നമ്മൾ മീമിൻ്റെ വിധികളാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ സാക്കിനായ മീം ആദ്യം നോക്കണം എവിടെയെന്ന്. സാക്കിനായ മീം ഇത് അവിടെ ഉണ്ട്. അതിന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. സാക്കിനായ മീമിന് ശേഷം വാവ് വന്നാൽ ഏതാണ്? ഇദ്ഗാമാണോ, ഇഖ്ഫ ആണോ, ഇൽഹാറാണോ? ഇൽഹാറാണ്. ഈ മീമിൻ്റെ വിധികൾ ഭയങ്കര സിമ്പിളാണ്. നമുക്കറിയാം സാക്കിനായ മീമിന് ശേഷം മീം തന്നെയാണ് വന്നതെങ്കിൽ ഇദ്ഗാം, സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ ഇഖ്ഫാ, അതല്ലാത്ത ബാക്കി 26 അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
രണ്ടാമത്തത് ഹൽ അൻതും മുജ്തമിഊൻ എന്നാണ്. ഇവിടെ നോക്കൂ, സാക്കിനായ മീമത് അവിടെ ഉണ്ട്. അൻതും എന്നുള്ളടത്ത് സാക്കിനായ മീമ്, അതിന് ശേഷം വന്ന അക്ഷരം മീമത. സാക്കിനായ മീമിന് ശേഷം മീമാണെങ്കിൽ അവിടെ ഇദ്ഗാമാണ്, ഇദ്ഗാമ്. അപ്പോൾ അതാണ് അവിടുത്തെ നിയമം, അവിടെ ശരിയിടുക. പിന്നെ മൂന്നാമത്തത് വഖഅൽ ഖൗലു അലൈഹിം ബിമാ ളലമൂ എന്നുള്ളതാണ്. അവിടെ സാക്കിനായ മീമ, അവിടെ സാക്കിനായ മീമത, അതിന് ശേഷം വന്ന അക്ഷരം ബാ ആണ്. ബാ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇഖ്ഫ ആണ്. അപ്പോൾ 3 നിയമങ്ങളും വന്നിട്ടുണ്ട്. അത് കൃത്യമായി ഉദാഹരണങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ കണ്ടെത്താം. ഇനി ഇവിടെ 4ാമത് വന്നിട്ടുള്ളത് കോപ്പി എഴുതാം എന്നാണ്. നമ്മൾ തദ്രീബിലൊക്കെ എഴുതുന്നത് പോലെ നോക്കിങ്ങാണ്ട് കൃത്യമാക്കി എഴുതാണ് വേണ്ടത്. ചിലപ്പോൾ വരാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് മിൻ അഖ്സൽ മദീനത്തി എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വരൻ്റെ മുകളിൽ പോണ അക്ഷരങ്ങൾ, താഴെ വരുന്ന ഭാഗങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നേരെ ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ മതി. മുകളിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ എഴുതിയാൽ മതി. മിൻ അഖ്സൽ മദീനത്തി, അങ്ങനെ എഴുതാം, മിൻ അഖ്സൽ മദീനത്തി. ഇനി നമുക്ക് ഹിഫ്ള് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ കൂടി നോക്കാം. ഇതിൽ പിന്നെ നമുക്ക് ആദ്യത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് ഒരു 3 സൂറത്തുകളാണ് കാണാതെ പഠിക്കാനുള്ളത്. അതിലൊന്ന് സൂറത്തുൽ ബയ്യിനയാണ്, രണ്ടാമത്തേത് സൂറത്തുൽ അലക്കാണ്, പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ അഅല കൂടി ഉണ്ട്. സബ്ബിഹിസ്മ റബ്ബിക എന്നുള്ള സൂറത്തുണ്ടല്ലോ. ഇങ്ങനെ 3 സൂറത്തുകളാണ് പഠിക്കാനുള്ളത്. ഈ 3 സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് 5-6 ആയത്തുകൾ ഓതിപ്പിക്കും. പിന്നെ ഇവിടെ ഓതിപ്പിച്ചിട്ടുള്ളത് നോക്കൂ, ഈ മറ്റേ ഖുർആനിൽ ഈ ഹിഫ്ലിൻ്റെ പരീക്ഷ പേപ്പറിൽ സൂറത്തുൽ ബയ്യിനയിൽ നിന്ന് 5, 6, 7 ആയത്തുകളാണ് ഓതിപ്പിച്ചിട്ടുള്ളത്. 5, 6, 7 ഒരു 3 ആയത്തുകൾ ബയ്യിനയിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ അലഖിൽ 6 മുതൽ 10 വരെ ആയത്തുകൾ ഓതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ഏതെങ്കിലും 2 സൂറത്തു നിന്നാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. 3 സൂറത്തുകളാണ് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും 2 സൂറത്തിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ആയത്തുകളാണ് ഓതിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ തദ്രീബിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തദ്രീബിലെ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനം ഓരോ പ്രാർത്ഥനകൾ ഉണ്ടാവും. അത് അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. ഇവിടെ റബ്ബനാ മാ ഖലഖ്ത മുതൽ അദാബന്നാർ വരെയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക വഖിനാ അദാബന്നാർ എന്നാണ് അത് ചൊല്ലാനുള്ളത്. അപ്പോൾ ഓരോ പാഠത്തിൻ്റെ അവസാനമുള്ള ആ പ്രാർത്ഥന കൂടി കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.